എർലിംഗ് ഹാലൻഡ് ഫോമിലല്ല എന്ന് വിമർശിച്ചവർക്കുള്ള മറുപടി സിറ്റി നൽകി കഴിഞ്ഞു. FA കപ്പ് ക്വാർട്ടറിൽ നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ലിവർപൂളിനെ 4 ഗോളുകൾക്ക് തകർത്തുവിട്ട മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ഹാലൻഡിന്റെയും തകർപ്പൻ പ്രകടനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ 7 മത്സരങ്ങളിൽ നിന്നും ആകെ 1 ഗോൾ മാത്രം. ഹാലൻഡ് ഫോമിലല്ല എന്ന് മുറവിളി കൂട്ടിയവർക്ക് മുന്നിലേക്ക് അയാൾ എറിഞ്ഞിട്ട് കൊടുത്തത് ഒരു തകർപ്പൻ ഹാട്രിക് ആണ്. സിറ്റിയിലെത്തിയ ശേഷം ഹാലൻഡ് നേടുന്ന 12ാമത്തെ ഹാട്രിക്. യൂറോപ്പിലെ വമ്പൻ ലീഗുകളിൽ മറ്റൊരു താരത്തിനും എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിലാണെന്ന് ഈ 25-കാരൻ. പെനൽറ്റി ബോക്സിലെ ആ കൃത്യതയും വായുവിൽ പറന്നുയർന്നുള്ള ആ ഹെഡറും കണ്ടപ്പോൾ ഒന്നുറപ്പായി, ഹാലൻഡ് പഴയതിലും കരുത്തനായി തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷെ ഇത് ഹാലൻഡിന്റെ മാത്രം വിജയമാണോ? തീർച്ചയായുമല്ല. പെപ് ഗാർഡിയോള എന്ന ഇതിഹാസ കോച്ചിന്റെ തന്ത്രങ്ങളുടെ വിജയം കൂടെയാണ്. തുടർച്ചയായ 8ാം തവണയും FA കപ്പ് സെമിഫൈനലിൽ എത്തുന്ന ആദ്യ ടീമായി മാഞ്ചസ്റ്റർ സിറ്റി മാറി. അത്ഭുതകരമെന്ന് പറയട്ടെ, 1880കളിൽ സ്ഥാപിതമായ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് സ്വന്തം ഗ്രൗണ്ടിലെ തുടർച്ചയായ 18ാം വിജയവും അവർ ആഘോഷിച്ചു. ലിവർപൂളിനെ 4-0 എന്ന സ്കോറിന് നിലംപരിശാക്കുമ്പോൾ സിറ്റി നൽകിയ സന്ദേശം വളരെ വ്യക്തമാണ്. കുറേയേറെ കിരീടങ്ങൾ ഇത്തവണ ഇത്തിഹാദിലെ ഷെൽഫിൽ തന്നെ ഇരിക്കും. ഈ സീസണിൽ ക്ലബിനും രാജ്യത്തിനുമായി 46 ഗോളുകളാണ് എർലിംഗ് ഹാലൻഡ് നേടിയത്. 28 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് നോർവേയെ ലോകകപ്പിന്റെ തിരുമുറ്റത്തെത്തിച്ച അതേ ആവേശം ഹാലൻഡ് ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്കും FA കപ്പിലേക്കും പകർന്നു നൽകുകയാണ്. അസിസ്റ്റന്റ് കോച്ച് പെപ് ലിൻഡേഴ്സ് പറഞ്ഞതുപോലെ ഹാലൻഡ് വെറും ഒരു കളിക്കാരനല്ല, അയാൾ അധ്വാനിക്കുന്ന ഒരു യന്ത്രമാണ്. നമുക്കറിയാം, സീസൺ അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഏപ്രിൽ 12-ന് ചെൽസിയും 19-ന് ആഴ്സണലുമാണ് സിറ്റിയുടെ മുന്നിലുള്ള വൻ കടമ്പകൾ. ഈ കടമ്പകൾ കൂടി കടന്നാൽ ഒരു ചരിത്രപരമായ ട്രിബിൾ സിറ്റിക്ക് അസാധ്യമല്ല. ആഴ്സണലിലെ കരാബാവോ കപ്പ് ഫൈനലിൽ വീഴ്ത്തിയ സിറ്റിക്ക് ഇനി പ്രീമിയർ ലീഗ് കിരീടം കൂടെ തിരിച്ചു പിടിക്കാനാകുമോ? ഹാലൻഡിന്റെ ഈ തിരിച്ചുവരവ് പ്രീമിയർ ലീഗിലെ മറ്റു ടീമുകൾക്കുള്ള മരണമണിയാണോ? സിറ്റി ഇത്തവണ ട്രിബിൾ നേടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ എഴുതൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.